ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യഹൂദ പലായനത്തെക്കുറിച്ചുള്ള ക്ലാസ്സാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ആധുനിക വെസ്റ്റ് ഏഷ്യൻ ചരിത്രത്തിലും ആധുനിക ലോക ചരിത്രത്തിൽ പൊതുവായും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ, ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രമെന്ന നിലയിൽ ആ രാഷ്ട്ര രൂപീകരണത്തിലേക്ക് നയിച്ച ജനങ്ങളുടെ പലായനത്തെക്കുറിച്ചുള്ള വിഷയം വളരെ ഗൗരവമായി തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ജൂയിഷ് ഹിസ്റ്ററിയുടെ, യഹൂദ ചരിത്രത്തിൻ്റെ പ്രധാന ഭാഗമായ ആലിയ എന്ന് വിളിക്കപ്പെടുന്ന, ആലിയ എന്ന പദത്തിൻ്റെ അർത്ഥം യഹൂദരുടെ പലായനം എന്നുള്ള ഒരു ബിബ്ലിക്കൽ ടേമിൽ നിന്നാണ് ആ പദം രൂപപ്പെടുന്നത്. യഹൂദ പലായനം എന്ന് പറയുന്ന ആ ആശയത്തിൽ നിന്നാണ്, അതായത് ആലിയ എന്ന് പറയുന്ന പദപ്രയോഗത്തിൽ നിന്നാണ് നമ്മുടെ ചർച്ച തന്നെ തുടങ്ങുന്നത്. ഒരു ബിബ്ലിക്കൽ ടേം തന്നെയാണത്. അത് സാധാരണ യഹൂദനായ ഒരു ഇമിഗ്രന്റിനെ പൊതുവെ വിളിക്കുന്നത് ഒലെ എന്നുള്ള പദമാണ്. OLEH, ഒലെ എന്നുള്ള പദമാണ്. അതുപോലെ തന്നെ അത് ഫീമെയിൽ ആണെങ്കിൽ, സ്ത്രീ ആണെങ്കിൽ ഒല എന്നുള്ള പദവും കൊണ്ടാണ് ഈ ഹീബ്രു ഭാഷയിൽ ഉപയോഗിക്കുക. പൊതുവെ ഈ രണ്ട് പദവും, അതായത് ഒല എന്നുള്ളതും ഒല എന്നുള്ള പദവും ലാ അലോത്ത് എന്ന് വിളിക്കപ്പെടുന്ന ഹീബ്രു പദത്തിൽ നിന്നാണ് അത് രൂപീകരിക്കപ്പെട്ടത്. ലാ അലോത്ത് എന്നതിൻ്റെ ഭാഷാപരമായ അർത്ഥം ഗോ അപ്പ്, മുന്നോട്ട് ഉയർന്നു പോവുക എന്ന് പറയുന്ന, ഗോ അപ്പ് എന്ന് പറയുന്ന അർത്ഥമാണ് അതിനുള്ളത്. സാധാരണ യഥാർത്ഥത്തിൽ ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് റിട്ടേണിംഗ് ടു ഇസ്രായേൽ, ഇസ്രായേലിലേക്കുള്ള മടക്കം എന്നുള്ളതാണ്. അത് ഈ ലാ ഒലാത്ത് എന്നുള്ള പദം ഉപയോഗിക്കുന്ന, അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത, നിർദ്ധാരണം ചെയ്യപ്പെട്ട പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതൊരു ഗോയിങ് അപ്പ് എന്ന് പറയുന്ന ഒരു ആത്മീയമായ ഒരു യാത്രയെ ഉദ്ദേശിക്കുന്ന പദപ്രയോഗം കൂടിയായി മാറുന്നു. അതായത് ഈ ആലിയ എന്ന് പറയുന്ന ഈ ഒരു പലായനം, ജൂത പലായനം ചെയ്യുന്നത് അതൊരു സ്പിരിച്വലായ, ഫിസിക്കൽ ഒരു ജേണി കൂടിയാണ് എന്ന് പറയുന്ന ഒരു അർത്ഥം അതിന് വന്നു ചേരുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അർത്ഥം, ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, അതായത് ആലിയ എന്ന് പറയുന്ന ആ യാത്രയ്ക്ക് തന്നെ അതിനൊരു മതകീയ വർണ്ണം, ഒരു തൗറാത്തിൻ്റെ അല്ലെങ്കിൽ പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു മതകീയ വർണ്ണവും കൂടി വന്നു ചേരുകയാണ് അതിന് ചെയ്യുന്നതെന്നാണ് നമുക്കിതിൽ നിന്ന് കാണുവാൻ കഴിയുന്നത്. അതല്ലാതെ തന്നെ ഇതിൻ്റെ പ്രധാന ഒരു ആശയം എന്ന നിലയിൽ ഈ ഒരു ആശയം എവിടുന്നാണ് അവരെടുക്കുന്നത് എന്നും കൂടി നമുക്ക് നോക്കണം. പഴയ നിയമത്തിൻ്റെ, ബൈബിളിൽ തന്നെയുള്ള, അതിൽ ഈസായ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 11-12 ഭാഗം നിങ്ങൾ നോക്കുക. അവിടെ അതിൻ്റെ ഒരു സൂക്തം, ഈ വചനം നമുക്ക് കാണുവാൻ കഴിയും. അതിൽ ഇംഗ്ലീഷിൽ നമുക്ക് ഇങ്ങനെ പറയാം: He will rise a signal for the nations and will assemble the banished of Israel and gather the dispersed of Judah from the four corners of the earth. അതായത് കർത്താവ് അന്ന് ഇവരെല്ലാവരെയും എല്ലാ ഭാഗത്തു നിന്നും ഉയർത്തിക്കൊണ്ടുവരികയും ഈ ഭൂമിയുടെ നാനാഭാഗങ്ങളിൽ ചിന്നിച്ചിതറിപ്പോയ ഇസ്രായേലിറ്റികളെ ആ വംശപരമ്പരയിലുള്ള ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരുമെന്ന് പറയുന്ന ഇസായ 11-12 ആ ഭാഗത്തെ വചനം തന്നെ ഉദാഹരണമായി എടുത്തുകൊണ്ടാണ് ഈ ഒരു ആലിയയ്ക്ക് ഒരു മതകീയ വർണ്ണവും കൂടി കൊടുക്കുന്നതെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. സ്വാഭാവികമായും ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഈ ഇമിഗ്രേഷൻ്റെ ഒരു ആവശ്യകത ഉയർന്നു വന്നതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതായത് അത് പ്രധാനമായും യഹൂദർക്കെതിരെയുള്ള പെർസിക്യൂഷൻസ്,
യഹൂദർക്കെതിരെയുള്ള ജൂയിഷ് വംശജർക്കെതിരെയുള്ള ക്രിസ്ത്യൻ ഭരണകൂടങ്ങൾ തന്നെ നടത്തിയ മതപരവും രാഷ്ട്രീയപരമായ കാരണങ്ങളിൽ അവർക്കെതിരെ നടത്തിയ മർദ്ദന മുറകളിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു. അതല്ലാതെ തന്നെ ഒരു യൂറോപ്യൻ എൻലൈറ്റ്മെന്റ് ഉണ്ടാവുകയും ആ ഭാഗങ്ങളിൽ ഒരു ദേശീയവാദ ചർച്ചകളും രൂപപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സ്വന്തമായ ഒരു രാഷ്ട്രീയ ഒരു ഐഡന്റിറ്റി, അവരുടെ മതപരമായ ഐഡന്റിറ്റിയിൽ നിന്ന് തന്നെ ഒരു രാഷ്ട്രീയ ഘടന രൂപീകരിക്കപ്പെടേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ച ഒരു വിഭാഗവും ഇവരിൽ ഉയർന്നു വന്നത് ഈ പറയുന്ന തരത്തിലുള്ള ഈ ചർച്ചയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സയോണിസം പോലുള്ള വിവിധ സംഘടനകൾ യഹൂദ മൈഗ്രേഷന് വേണ്ടി കൂടുതൽ വാദിക്കുവാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ വാദത്തെക്കുറിച്ച് ആദ്യം നമുക്ക് അറിയാം. എന്തിനാണ് ആദ്യം ഒരു പ്രോമിസഡ് ലാൻഡ് എന്ന് പറയുന്ന ഒരു വാദം മുന്നോട്ട് വെക്കുന്നു, അതിന് വിവിധ രാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള ചർച്ച ചെയ്യുന്നു. ആ ചർച്ചകളൊക്കെ മാറ്റിക്കൊണ്ട് ബിബ്ലിക്കൽ ഹിസ്റ്ററി നരേഷൻ തന്നെ ഉപയോഗിച്ചുകൊണ്ട് പലസ്തീൻ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യം എന്ന് പറയുന്ന വാദം സയോണിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനു മുമ്പ് ലിയോൺ പുസ്കറിനെ പോലുള്ള റൌഫ് ഫുള്ളറിനെ പോലുള്ള വിവിധ ജൂയിഷ് പണ്ഡിതന്മാരും ഈ അഭിപ്രായം മുന്നോട്ട് വെച്ചതായും നമുക്കറിയാം. എന്നാലും സയോണിസ്റ്റ് പ്രസ്ഥാനം ഇത് മുന്നോട്ട് വെക്കുന്നതോടുകൂടിയാണ് ലോകതലത്തിലുള്ള യഹൂദ സംഘടനകളും സമ്പന്നരും വിവിധ മതവിഭാഗങ്ങളുമെല്ലാം ഈ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുകയും അവർ ഈ ഒരു ചിന്തയിൽ കൂടുതൽ ആകൃഷ്ടരാവുകയും ഈ ഒരു പലായനത്തിന് തയ്യാറെടുക്കുകയും ചെയ്യുന്നത് എന്നതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. നമുക്കറിയാം, ഈ ഒരു പശ്ചാത്തലത്തിലൂടെയാണ് ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത്. 1882 മുതൽ 1947-48 ഈ ഇസ്രായേൽ രാഷ്ട്ര സ്ഥാപനത്തിൻ്റെ കാലഘട്ടം വരെ നിരവധി ആൾക്കാരാണ്, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന അധിനിവിഷ്ട രാഷ്ട്രത്തോട് ആൾക്കാർ എത്തിച്ചേർന്നത്. നിങ്ങൾ ഇസ്രായേലിൻ്റെ ദേശീയ ഗാനം തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതിൽ പ്രധാനപ്പെട്ട ഒരു ആശയം പറയുന്നത്, ആസ് ലോങ് ആസ് ദ ഡീപ്പ് ഇൻ അവർ ഹാർട്ട്സ് ദ സോൾ ഓഫ് എ Jew yearns and forward to the east to Zion and eyes looks, our hope will not be lost. To hope of 2000 years to be free nation is our land, the land of Zion and Jerusalem. അതായത് അവരുടെ ദേശീയ ഗാനത്തിലും വീണ്ടും വീണ്ടും നടക്കേണ്ടുന്ന ഒരു ഇമ്മിഗ്രേഷൻ്റെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യാശയുടെ ഒരു സാഹചര്യം ഒരുക്കുന്ന തരത്തിലാണ് ഇപ്പോഴും യഹൂദ രാഷ്ട്രത്തിൻ്റെ ഇസ്രായേലിൻ്റെ ദേശീയ ഗാനം തന്നെ ഉള്ളതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇത് ആലിയയ്ക്ക് വിവിധ ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട്. ഈ ആലിയ എന്ന് പറയുന്ന ജൂയിഷ് ഇമിഗ്രേഷന് വിവിധ ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട്. 1882 തന്നെ 1882 എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സയോണിസ്റ്റ് പ്രസ്ഥാനം, തിയോഡർ ഹെർസൽ രൂപീകരിക്കുന്ന സയോണിസ്റ്റ് പ്രസ്ഥാനം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഇത് ലിയോൺ പിൻസ്കറുടെ നേതൃത്വത്തിൽ അദ്ദേഹം തന്നെ രൂപീകരിച്ച ദ ലവേഴ്സ് ഓഫ് സയോൺ എന്ന് പറയുന്ന സംഘടന യഹൂദരുടെ പലായനത്തിന് പ്രധാനമായും നേതൃത്വം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അത് തുടങ്ങുന്നത് തന്നെ 1880-കളിലാണ്. ഒരു വ്യക്തമായ ഡേറ്റ് പറയുകയാണെങ്കിൽ 1882 ഈ ഒരു പശ്ചാത്തലം തുടങ്ങുന്നത് തന്നെ. ഇതിന് ശേഷമാണ്, കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് തിയോഡർ ഹെർസൽ ഉയർന്നു വരികയും തിയോഡർ ഹെർസലിന്റെ നേതൃത്വത്തിൽ ലോക സയോണിസ്റ്റ് പ്രസ്ഥാനം രൂപീകരിക്കുകയും അതിനുശേഷം അദ്ദേഹം തന്നെ അതിനുള്ള ബാങ്ക് രൂപീകരിക്കുകയും വിവിധ റോഡ്ഷൈഡ് അടക്കമുള്ള വിവിധ പണക്കാരെ, സമ്പന്നരെയും മതകീയ നേതൃത്വങ്ങളെയും സാമുദായിക നേതൃത്വത്തെയും രാഷ്ട്രീയക്കാരെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനാഷണൽ സയോണിസ്റ്റ് കോൺഫറൻസിന് രൂപീകരിക്കുകയും ചെയ്യുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് ഫലസ്തീനിൽ ഭൂമി വാങ്ങുക, അതിനു വേണ്ടിയിട്ട് അവിടെയുള്ള രാഷ്ട്രീയക്കാരെയും നേതൃത്വത്തെയും മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിന് റോഡ്ഷൈൽഡ് പോലുള്ള, അതുപോലെ തന്നെ ഉസ്മാനിയ ഖിലാഫത്തിനോട് വളരെ വിമതരായി നിൽക്കുന്ന അവിടെയുള്ള ഭരണകർത്താക്കളെയും ഉപയോഗപ്പെടുത്തുക എന്നൊക്കെ വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് അവർ തയ്യാറാക്കിയതായും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ആലിയ ഉണ്ടാവുന്നത് 1900-കളിലാണ്.
ഇതിനാണ് രണ്ടാമത്തെ ആലിയ എന്ന് ആ കാലഘട്ടത്തെ വിശേഷിപ്പിക്കുന്നത്. കാരണം ആദ്യത്തെ ആലിയ ഘട്ടത്തിൽ അവിടെ അധികവും സംഭവിക്കുന്നത് ഭരണകൂടത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ചുറ്റുമുള്ള സൈനിക ശക്തികളെയും വശംവദരാക്കിക്കൊണ്ട് പതുക്കെ ഒരു ജൂയിഷ് ഇമിഗ്രേഷൻ നടത്തുക, സെറ്റിൽമെന്റ് നടത്താനുള്ള, ഇൻവേഷൻ നടത്താനുള്ള ശ്രമം തുടങ്ങി വെക്കുക എന്നുള്ളതായിരുന്നു. 1900-കളിലുള്ള രണ്ടാമത്തെ ആലിയ അത് കൂടുതൽ ശക്തി ഉപയോഗിക്കാൻ തുടങ്ങുന്ന ഒരു പശ്ചാത്തലവും കൂടിയാണ്. ഒരുപക്ഷെ ഈ ആലിയെ തന്നെ എതിർക്കുവാൻ വേണ്ടി ആദ്യത്തെ ആലിയ 1880-കളിലുള്ള സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഖലീഫയായിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിനെ തന്നെ എതിർക്കുവാൻ വേണ്ടി നിരവധി ശ്രമങ്ങൾ നടത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ പിന്നീട് വേറെ ആരും നടത്തിയതില്ല എന്നത് തന്നെയാണ് ഉസ്മാനിയ ഖിലാഫത്തിന്റെ തകർച്ചയിലേക്ക് പോവാനും, അതുപോലെ തന്നെ സയോണിസ്റ്റ് പ്രസ്ഥാനത്തിന് കൂടുതൽ സ്വാധീനം ആ ഭാഗത്ത് ലഭിക്കുവാനും, അതിനുശേഷം 1948 അവർക്കൊരു രാഷ്ട്രം രൂപീകരിക്കുവാനും കഴിഞ്ഞത്. സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് അദ്ദേഹം പ്രധാനമായും അദ്ദേഹത്തിന്റെ പോളിസികൾ 4 രീതികൾ അദ്ദേഹം സ്വീകരിച്ചിരുന്നു. ഒന്നാമത്, അദ്ദേഹം ചെയ്ത ഫോറിൻ മിനിസ്ട്രി, അദ്ദേഹത്തിന്റെ വിദേശകാര്യ മന്ത്രാലയത്തോട് ചുറ്റുപാടുമുള്ള രാഷ്ട്രീയ ശക്തികളോട് ആവശ്യപ്പെട്ടു. അതായത് യഹൂദരെ കൊണ്ടുവരുന്ന, അവരെ മതത്തിന്റെയും ദേശീയതയുടെയും പേരിൽ ഫലസ്തീനിലേക്ക് പറിച്ചു നടുവാൻ ആഗ്രഹിക്കുന്ന സയോണിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് വെക്കുവാൻ ആവശ്യപ്പെട്ടു. രണ്ടാമത്, ആഭ്യന്തര മിനിസ്ട്രിയോട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന യഹൂദർക്ക് അവർ ഈ ഭാഗങ്ങളിൽ വീടുകൾ വാങ്ങുന്നതിൽ നിന്നും അവിടെ താമസിക്കുന്നതിൽ നിന്നും, അതുപോലെ തന്നെ അവരുടെ നാഷണാലിറ്റിയെ ഒരു ഒട്ടോമൻ ഉസ്മാനി സിറ്റിസൺ ആക്കി മാറ്റുവാനുള്ള ശ്രമം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. കാരണം മുമ്പ് നമുക്കറിയാം, ഹിമായ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉസ്മാനിയ ഖിലാഫത്തിലുണ്ടായിരുന്നു. അതായത് ആ സിസ്റ്റം ഉപയോഗിച്ച് മറ്റൊരു രാഷ്ട്രത്തിൻ്റെയും സിറ്റിസൺ ആവുവാൻ കഴിയുമായിരുന്നു. അപ്പോൾ മറ്റൊരു രാഷ്ട്രത്തിൻ്റെ സിറ്റിസൺ ആവുന്നതോടുകൂടി അവരുടെ പ്രൊട്ടക്ഷനോടുകൂടി ഉസ്മാനിയ ഖിലാഫത്തിന്റെ കീഴിൽ ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കിയിരുന്നു. ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് സയോണിസ്റ്റുകൾ ഇവരിലൂടെ ഫലസ്തീനും ചുറ്റുപാടുമുള്ള ഭൂമി വാങ്ങിക്കൂട്ടുവാൻ തുടങ്ങിയത് തിരിച്ചറിഞ്ഞ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡും ഖിലാഫത്തും അതിനെതിരെ നടപടി സ്വീകരിക്കുവാൻ തുടങ്ങിയതാണ്. അതും ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഈ ഭൂമി കൈകാര്യം ചെയ്യുന്ന, ഉസ്മാനിയ ഖിലാഫത്തിന്റെ വിശാലമായ പ്രദേശങ്ങളിൽ ഭൂമി കൈകാര്യം ചെയ്യുന്ന മിനിസ്ട്രിയോടും സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് ആവശ്യപ്പെട്ടത് ഇങ്ങനെയുള്ളവർക്ക് ഭൂമി കൊടുക്കുവാൻ പാടില്ല, അതിന് ക്ഷണിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിനെതിരെ യുവതുർക്കികൾ ഉയർന്നു വരുന്നതും ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും അതിന് സയോണിസ്റ്റുകളുടെ സപ്പോർട്ട് ഉണ്ടാവുന്നതും അങ്ങനെ 1909 ഇദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതും ചെയ്തതോടുകൂടി യഥാർത്ഥത്തിൽ ഖിലാഫത്തിന്റെ ഏറ്റവും ശക്തമായ ഖലീഫയുടെ റോൾ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി യഥാർത്ഥത്തിൽ ഖിലാഫത്തിന്റെ പതനം സംഭവിക്കുകയായിരുന്നു ചെയ്യുന്നത്. ഈ പതനം സംഭവിക്കുന്നതോടുകൂടി ഫലസ്തീനിന്റെ പ്രദേശങ്ങളിൽ സയോണിസ്റ്റുകൾക്കും അവരുടെ സപ്പോർട്ടോടുകൂടിയുള്ള വിവിധ സംഘടനകൾക്കും തീവ്രവാദികൾക്കും നല്ലൊരു ഇടപെടുവാൻ നല്ല ഒരു സാഹചര്യം പിന്നീട് രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് രണ്ടാമത്തെ ആലിയ ഉണ്ടാകുന്നത്. അതായത് 1900-കളിലെ രണ്ടാമത്തെ ആലിയയിൽ കൂടി കൂടുതൽ ഈ തുറന്നു കിട്ടിയ സാഹചര്യത്തെ ശക്തനായ ഖലീഫ പോയതോടുകൂടി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെയും സയോണിസ്റ്റുകളായ തീവ്രവാദികളുടെയും സഹായത്തോടു കൂടി ഫലസ്തീനുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അവിടുത്തെ ജനങ്ങളെ ആട്ടിയോടിക്കുകയും കൂട്ടക്കൊല ചെയ്യുകയും അവരിൽ നിന്ന് നിർബന്ധപൂർവം ഭൂമി വാങ്ങുകയും ചെയ്യുന്ന, ശക്തി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു സാഹചര്യത്തിൽ വിവിധ സംഘടനകളാണ് ഈ ആലിയയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. ആദ്യം ഞാൻ പറഞ്ഞിരുന്നു, ദ ലവേഴ്സ് ഓഫ് സയോൺ എന്ന് പറയുന്ന ലിയോൺ പിൻസ്കർ എന്നറിയപ്പെട്ട ജൂവിഷ് നേതാവിന്റെ നേതൃത്വത്തിലുള്ള 1880-കളിൽ നേതൃത്വം കൊടുത്ത സംഘടന. രണ്ടാമത് അതിനുശേഷമാണ് സയോണിസ്റ്റ് പ്രസ്ഥാനം തിയോഡർ ഹെർസിന്റെ നേതൃത്വത്തിൽ ഉയർന്നു വരുന്നത്. സയോണിസ്റ്റ് പ്രസ്ഥാനമാണ് പിന്നീട് നീണ്ട കാലം ഈ ലോകത്തിന്റെ വിവിധ ഭാഗത്തിലുള്ള യഹൂദരെ ഇസ്രായേലിലേക്ക് പറിച്ചു നടുവാൻ നേതൃത്വം കൊടുത്ത രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം സയോണിസ്റ്റ് പ്രസ്ഥാനം തന്നെ
സയോണിസ്റ്റുകൾ ശക്തരാവുകയും അവർക്കിടയിൽ കൂടുതൽ ലീഡേഴ്സ് വരുന്നതോടുകൂടി 1929 ദ ജൂയിഷ് ഏജൻസി എന്ന് പറയുന്ന ഇവരുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ഉയർന്നു വരികയും സയോണിസ്റ്റുകളിൽ നിന്ന് ഈ ഇമിഗ്രേഷന് അതിനെ കൈകാര്യം ചെയ്യുന്നതിൽ നേതൃത്വം ഈ ജൂയിഷ് ഏജൻസി ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു നാലാമത്തെ വിഭാഗമാണ് കെരൻ കയാമത്ത് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സംഘടന. ആ സംഘടന പ്രധാനമായും ചെയ്തിരുന്നത് ഫലസ്തീനും ചുറ്റുപാടുമുള്ള ഭൂമി വാങ്ങിക്കൂട്ടുന്നതിൽ നേതൃത്വം കൊടുക്കുക, അതുപോലെ തന്നെ ഭൂമി വാങ്ങുകയും പുറത്തുനിന്ന് വരുന്ന യഹൂദരെ അവിടെ സെറ്റിൽ ചെയ്യുവാനും അവരവിടെ താമസിപ്പിക്കാനുമുള്ള കൈകാര്യം ചെയ്യുക, അതിനുവേണ്ടിയുള്ള മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ കെരൻ കയാമത്ത് എന്ന് പറയുന്ന സംഘടനയുടെ ദൗത്യം. അതിൻ്റെ കൂടെ തന്നെയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ സഹായത്തോടു കൂടി, കാരണം അന്ന് 1920 മുതൽ 1948 വരെ നീണ്ടു നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ യഥാർത്ഥത്തിൽ അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഫലസ്തീൻ മാൻഡേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ബ്രിട്ടീഷ് മാൻഡേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ആ വ്യവസ്ഥയുടെ കീഴിലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യവും ഇവർക്ക് കൂടുതൽ അവസരങ്ങൾ തുറന്നു കൊടുക്കുകയായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ ചെയ്തിരുന്നത്. അതിന് സയോണിസ്റ്റ് മൂവ്മെന്റിനെ തന്നെ അതറൈസ് ചെയ്യുന്ന, അവർക്ക് തന്നെ നേതൃത്വം നൽകിയിരുന്ന ഒരു സാഹചര്യം കൂടി അവർ ചെയ്തിരുന്നു. പിന്നീട് ജൂയിഷ് ഏജൻസിക്കും അതിനുവേണ്ടിയുള്ള മുഴുവൻ സപ്പോർട്ടും ബ്രിട്ടീഷ് സാമ്രാജ്യം നൽകുകയാണ് ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധികാരത്തിലാണ് ഫലസ്തീൻ എന്നതുകൊണ്ട് വർദ്ധിച്ച പലായനം, ഫലസ്തീൻ പ്രദേശത്തുള്ള വർദ്ധിച്ച പലായനം കൺട്രോൾ ചെയ്യുന്നതിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട സാഹചര്യത്തിൽ 1940കളിൽ ഇവർക്ക് ഒരു റെസ്ട്രിക്ഷൻ, കുറച്ച് നിയന്ത്രണങ്ങൾ വെക്കുവാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ആലോചിച്ചിരുന്നു. അതിന് ചില നിബന്ധനകളൊക്കെ മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ സയോണിസ്റ്റുകൾ ഇതുവരെ തങ്ങളെ സഹായിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ തന്നെ അറ്റാക്ക് ചെയ്യുവാനുള്ള ശ്രമങ്ങളാണ് പിന്നീട് നടത്തിയത്. ആ ഒരു 1944 ഒരു ബ്രിട്ടീഷ് ആൾക്കാർ ഒഫീഷ്യൽ സ്കൂൾ താമസിക്കുന്ന ഒരു ഹോട്ടൽ തന്നെ അറ്റാക്ക് ചെയ്ത് ഒരുപാട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുന്ന ഒരു സന്ദർഭവും കൂടി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഈ ഒരു തരത്തിൽ നിരവധി അക്രമ പരമ്പരകളിലൂടെ, മർദ്ദനങ്ങളിലൂടെ, കൂട്ടക്കൊലകളിലൂടെ, മാനിപ്പുലേഷനിലൂടെ അധികാരം പിടിച്ചെടുക്കുന്നതിലൂടെയാണ് ഈ ആലിയ എന്ന് പറയുന്ന ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള യഹൂദരെ മതത്തിന്റെ ഈ പറയുന്ന പഴയ വാദത്തിന്റെ പേരിൽ അവരെ അവിടെ സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ ആ ഒരു വാദത്തെ തന്നെ യഹൂദർക്കിടയിൽ ശക്തമായ അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ട് പോലും ഈ സയോണിസ്റ്റുകളും അതിന്റെ നേതൃത്വവും അതിനെ പരിഗണിച്ചില്ല എന്നതും മറ്റൊരു ചരിത്ര സത്യമാണ്. 1882 മുതൽ 1947 വരെ നീണ്ടു നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ 5,43,000 യഹൂദരാണ് ഫലസ്തീൻ ഭാഗത്തിലേക്ക് വന്നതെന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. അതായത് അന്ന് 24,000 യഹൂദർ മാത്രം ഉണ്ടായിരുന്ന ഫലസ്തീനിലേക്കാണ് ഈ 5,43,000 യഹൂദർ അവരെ ഈ ഒരു കാലഘട്ടത്തിനിടയിൽ ഏകദേശം 50 സംതിങ് വർഷത്തിനിടയിൽ ഈ സയോണിസ്റ്റുകൾ അവരവിടെ പൊറപ്പിക്കാൻ തുടങ്ങുന്നത്. ഈ വിവിധ ഉസ്മാനികളുടെയും ബ്രിട്ടീഷുകാരുടെയും വിവിധ തടസ്സങ്ങൾ ഉണ്ടായിട്ട് പോലും അതിനെയെല്ലാം രാഷ്ട്രീയപരമായി തന്നെ കൈകാര്യം ചെയ്യുവാനും ബ്രിട്ടീഷുകാരെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചുറ്റുപാടുമുള്ള ശക്തികളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടും അവരവിടെ താമസിപ്പിക്കുവാൻ സയോണിസ്റ്റുകൾക്ക് കഴിഞ്ഞു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ്. 1948-50 കാലങ്ങളിൽ ഏകദേശം 3 വർഷത്തിനിടയിൽ 24% ദേശീയ ഇസ്രായേലിൽ അവിടെയുള്ള പോപ്പുലേഷന്റെ ഗ്രോത്ത് വളർന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ചരിത്ര വസ്തുതയാണ്. അതുപോലെ തന്നെ വിവിധ ഘട്ടങ്ങളിൽ ഏകദേശം 2ാം ലോക യുദ്ധ സാഹചര്യത്തിന്റെ മുമ്പ് 9,20,000 9,20,000 ഏകദേശം 92,000 ജൂസ് യഹൂദരാണ് ഈ പറയുന്ന 2ാം ലോക യുദ്ധത്തിന് മുമ്പ് അവിടെ എത്തിച്ചേർന്നത്. അവിടെ ആ ഒരു സാഹചര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് 2ാം ലോക യുദ്ധം എന്ന് പറയുന്നത് 1939 മുതൽ 45 വരെ നീണ്ടു നിൽക്കുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാർ നിയന്ത്രണങ്ങൾ വരുത്താൻ ശ്രമിച്ചത്.
ബ്രിട്ടീഷുകാർ പറഞ്ഞു ഇത്രയും 75,000 ആൾക്കാരെയൊക്കെ വരുത്താം, അതിൻ്റെ കൂടുതൽ പാടില്ല എന്നൊക്കെ നിയന്ത്രണങ്ങളൊക്കെ വെച്ചിരുന്നെങ്കിൽ പോലും ആ ഒരു സാഹചര്യത്തിൽ ബ്രിട്ടീഷുകാരുടെ തന്നെ കണ്ണ് വെട്ടിച്ചാട്ടാണ് ഒരുപാട് യഹൂദരെ സയോണിസ്റ്റ് ശക്തികളും വിവിധ സംഘടനകളും ഫലസ്തീനിലേക്ക് കുടിയിരുത്തിയതെന്നും നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം 1945 ശേഷം, രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം 61,000 യഹൂദരാണ് പിന്നീട് അവിടെ എത്തിയത്. ഇങ്ങനെ നീണ്ട കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാരെ അവിടെ കൊണ്ടെത്തിക്കുവാൻ ഇവർക്ക് സയോണിസ്റ്റുകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ചരിത്രം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇവരുടെ ഒരു ഡിക്ലറേഷൻ വരുന്നത്. അതായത് 1948 മെയ് 14 ഈ ഇസ്രായേൽ സ്റ്റേറ്റിൻ്റെ ഡിക്ലറേഷൻ സംഭവിക്കുന്നത്. ആ ഡിക്ലറേഷനുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. അതിൽ ആ ഡിക്ലറേഷനിൽ പറയുന്നത് ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ വിൽ ബി ഓപ്പൺ ടു ദ ജൂയിഷ് ഇമിഗ്രേഷൻസ് ആൻഡ് ആഫ്റ്റർ ദ ഇൻഗാദറിംഗ് ഓഫ് എക്സൈൽസ് will develop the country for the benefit of all its citizens, will be based on the principles of equality, justice and peace in the light of the vision of the prophet. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നതിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇൻഗാദറിംഗ് ഓഫ് എക്സൈൽസ് എന്ന് പറയുന്നത് യെശയ്യ 11-12 ഭാഗത്തെ ആ വേദത്തിന്റെ ഒരു വ്യാഖ്യാനമാണ്. അവരെ എക്സൈൽഡ് ചെയ്യപ്പെട്ട ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അത് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് പറയുന്നത് ഈക്വാലിറ്റിയും ജസ്റ്റിസും പീസും നടപ്പിലാക്കുക എന്ന് പറയുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? പ്രവാചകന്മാർ കാണിച്ചു തന്ന വിഷന്റെ അടിസ്ഥാനത്തിൽ എന്ന രീതിയിലാണ് ഈ അവരുടെ ഡിക്ലറേഷൻ തന്നെ പറയുന്നത്. അതുപോലെ പിന്നീട് പറയുന്നത് വിൽ ക്രെഡിറ്റ് ഈക്വൽ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ് to all its citizens, no matter what their religion, race or gender, will ensure rights of religion, consciousness, education and culture. അതായത് ഇതിന് ശേഷം ഈ ഭാഗത്തേക്ക് വരുന്ന എല്ലാവരുടെയും മതമോ റേസോ ജെൻഡറോ ഒന്നും പരിഗണിക്കാതെ തന്നെ എല്ലാവർക്കും ഈക്വലായ സോഷ്യൽ പൊളിറ്റിക്കൽ റൈറ്റ് നൽകുമെന്നാണ് പറയുന്നത്. സത്യത്തിൽ അത് വളരെ നിരർത്ഥകമായ ഒരു വാദവും കൂടിയാണെന്നാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് ശേഷം പറയുന്നത് വിൽ കീപ് ദ റിലീജിയസ് സൈഡ്സ് ഓഫ് ഓൾ റിലീജിയൻ ആൻഡ് വിൽ ബി ഫെയ്ത്ത്ഫുൾ ടു ദ പ്രിൻസിപ്പിൾ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ്. അതായത് എല്ലാ മതക്കാർക്കും അതിനുള്ള അവകാശം നൽകുകയും അതുപോലെ തന്നെ UN-ന്റെ എല്ലാ പ്രിൻസിപ്പിളിനോടും ഫെയ്ത്ത്ഫുൾ ആയിരിക്കും എന്ന വാദമാണ്. ഇതുവരെ UN-ന്റെ ഏറ്റവും കൂടുതൽ കരാർ ലംഘിച്ച, പ്രമേയങ്ങൾ ലംഘിച്ച ഒരു രാഷ്ട്രത്തിൻ്റെ ഡിക്ലറേഷനിലാണ് നമുക്കിത് കാണുവാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ വിരോധാഭാസകരമായ വസ്തുത. ഇതിന് ശേഷം 1950-കളിൽ ഇസ്രായേൽ പുതിയൊരു നിയമം പാസ്സാക്കി, ദ ലോ ഓഫ് റിട്ടേൺ എന്ന് പറയുന്ന തിരിച്ചു വരുന്നവർക്കുള്ള, അതായത് ഇത് തിരിച്ചുവരവാണ്, പിടിച്ചെടുക്കലല്ല. അവരെങ്ങനെയാണ് അതിനെ വായിക്കുന്നത്? തിരിച്ചു വരുന്നവർ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ലോ 1950-ൽ പാസ്സാക്കുന്നുണ്ട്. അതിൻ്റെ നിയമത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഈച്ച് ആൻഡ് എവരി ജൂ ഹാസ് ദ റൈറ്റ് ടു ഇമിഗ്രേറ്റ് ഇസ്രായേൽ. എല്ലാ യഹൂദർക്കും ഇസ്രായേലിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്യുവാൻ അവകാശമുണ്ട്. He will be given an immigration certificate by the Minister of Interior. ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് അവർക്ക് ഇമിഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. Unless he is acting against the Jewish people. ഇനി ജൂയിഷ് പീപ്പിളിനെതിരായിട്ട് പ്രവർത്തിക്കുകയോ മൈറ്റ് എൻഡേഞ്ചർ ദ ഹെൽത്ത് ഓഫ് ദ പബ്ലിക്, പൊതു ലോകത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട് അതിന് എന്തെങ്കിലും ആപത്ത് വരുത്തുകയോ ചെയ്യുകയോ, അല്ലെങ്കിൽ ദ സെക്യൂരിറ്റി ഓഫ് ദ കൺട്രി, രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്ക് എന്തെങ്കിലും വിപത്ത് വരുത്തുകയോ ചെയ്യുകയാണെങ്കിൽ, ഓർ ഹാസ് ദ ക്രിമിനൽ റെക്കോർഡ് വിച്ച് മൈറ്റ് എൻഡേഞ്ചർ ദ സേഫ്റ്റി ഓഫ് ദ പബ്ലിക്, പൊതുജനത്തിൻ്റെ സുരക്ഷയ്ക്ക് ഹാനി വരുത്തുന്ന എന്തെങ്കിലും ക്രിമിനൽ റെക്കോർഡ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുകയില്ല എന്നാണ് പറയുന്നത്. അതും മറ്റൊരു രസമാണ്. അതായത് ഈ വന്നവരിൽ ഭൂരിഭാഗവും തീവ്രവാദികളായ ആൾക്കാരുടെ നേതൃത്വത്തിലൂടെയാണ് അവിടെ വന്നത്. അവർ വന്നതിൽ അധികവും ഇന്നും സെറ്റിലേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന അവർ ഫലസ്തീനികൾക്ക് മേൽ ആയുധം വളരെ
സ്വാതന്ത്ര്യത്തോടുകൂടി ഉപയോഗിക്കുന്ന വിഭാഗമാണ്. ക്രിമിനൽ റെക്കോർഡുള്ള, ഇതേപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാർ അവിടെ എത്തിയിട്ട് പോലും ഈ തരത്തിലുള്ള ലോ പാസ്സാക്കിയിട്ട് അത് മൈൻഡ് ചെയ്യാത്ത അവസ്ഥയാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഇസ്രായേലിനുള്ളത്. ഇതിനുശേഷം 1970 വീണ്ടും അവർ ഈ ലോ ഓഫ് റിട്ടേണിൻ്റെ നിയമത്തെ കൂടുതൽ ഭേദഗതി ചെയ്യുകയുണ്ടായി. ആ ഭേദഗതിയിൽ അവർ പറഞ്ഞത് അതിൽ കുട്ടികൾക്കും അവരുടെ ഗ്രാൻഡ് ചിൽഡ്രൻസിനും അതുപോലെ തന്നെ ഇണകൾക്കും, ഈ കുട്ടികളുടെ ഇണകൾക്കും അവരുടെ ഗ്രാൻഡ് ചിൽഡ്രനും എല്ലാവർക്കും, യഹൂദനായാൽ തന്നെ എല്ലാവർക്കും സിറ്റിസൺഷിപ്പ് നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അതായത് യഹൂദ മതത്തിൽപ്പെടുക, എങ്ങനെയെങ്കിലും മാരിറ്റൽ അലയൻസിലൂടെ ആവട്ടെ, കൺവേർഷനിലൂടെ ആവട്ടെ എന്നത് കാരണമല്ല, പക്ഷെ അയാൾ യഹൂദനായാൽ തന്നെ എല്ലാവർക്കും സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ 1970 നിയമം മാറ്റുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് എങ്ങനെയാണ് ഇവർ ഈ ഭാഗത്തേക്ക് എത്തുന്നത്. അതായത് ആദ്യകാലത്ത് ഇത്രയും വലിയ ജനസംഖ്യയെ, ലക്ഷക്കണക്കിന് ജനസംഖ്യയെ ഒറ്റയടിക്ക് അവർക്ക് എങ്ങനെയാണ് എത്തിക്കാൻ കഴിയുക? അതിനവർ ചെയ്തത് ഇന്റർനാഷണൽ ജൂയിഷ് ഓർഗനൈസേഷൻസ്, അമേരിക്കൻ ജോയിന്റ് കമ്മിറ്റി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഇന്റർനാഷണൽ ജൂയിഷ് ഏജൻസി, സയണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തന്നെ സഹായം, ദ ജൂയിഷ് ഏജൻസി എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഉള്ളിൽ സയണിസ്റ്റുകളും മറ്റ് ജൂയിഷ് നേതാക്കന്മാരും രൂപീകരിച്ച സംഘടന, അതായത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സഹായത്തോടുകൂടി രൂപീകരിച്ച സംഘടന, ഇതെല്ലാവരും കൂടി ഫണ്ട് ചെയ്തുകൊണ്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗത്തിലുള്ള യഹൂദരെ ഇസ്രായേലിലേക്ക് അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഈ പ്രാദേശിക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ കൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട്. നമുക്കറിയാം 1948 ഇസ്രായേൽ സ്ഥാപിക്കുകയും അതിനുശേഷം നീണ്ട യുദ്ധങ്ങൾ അറബ് മുസ്ലിം സമൂഹങ്ങളുമായി നടത്തിയ ചരിത്രം നമുക്കറിയാം. 1948, 56, 67, 73 കാലങ്ങളിൽ നിരവധി യുദ്ധങ്ങളാണ് ഇസ്രായേലുമായി നടക്കുന്നത്. അതിൽ പലതും ഏകപക്ഷീയമായ അറ്റാക്കുകൾ കൂടിയായിരുന്നു, ഇസ്രായേലിൻ്റെ തന്നെ ഏകപക്ഷീയമായ അറ്റാക്കുകൾ കൂടിയായിരുന്നു. അതിൽ പലതും ഇസ്രായേൽ തന്നെയാണ് സൈനികമായി വിജയിക്കുകയും ചെയ്തത്. ഈ ഒരു പശ്ചാത്തലത്തിൽ 1967 സിക്സ് ഡേ വാർ എന്ന് വിളിക്കപ്പെടുന്ന ആ യുദ്ധത്തിൽ ഇസ്രായേലിൽ ഒരു വിജയം ഉണ്ടായത് ലോകത്തുള്ള വിവിധ ഭാഗത്തുള്ള യഹൂദരിൽ ഒരു ആവേശം ഉണ്ടാക്കുവാൻ കാരണമായി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അതോടുകൂടി അതായത് ഇന്ന് നമ്മൾ ഫലസ്തീൻ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക്, ഗസ, ഈസ്റ്റ് ജെറൂസലേം അടക്കമുള്ള എല്ലാ പ്രദേശങ്ങളും ഇസ്രായേൽ പിടിച്ചെടുത്തത്, ഫലസ്തീൻ എന്ന് പറയുന്ന മുഴുവൻ അതിൻ്റെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളെല്ലാം ഇസ്രായേൽ പിടിച്ചെടുത്തത് ലോകത്തുള്ള വിവിധ ജൂയിഷ് സംഘടനകൾക്കും ജനതയ്ക്കും ഒരു ആവേശമുണ്ടായി. അത് കൂടുതൽ ഇമിഗ്രേഷന്, പലായനത്തിന്, അങ്ങോട്ടുള്ള പ്രവാഹത്തിന് ഒരു ആക്കം കൂട്ടി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്, അന്ന് അമേരിക്കയുടെ തന്നെ പ്രധാന എതിരാളിയായിരുന്ന USSR, സോവിയറ്റ് യൂണിയന്റെ ഒരു അവസ്ഥ. കാരണം പല അറബ് രാഷ്ട്രങ്ങളുമായി നല്ല ബന്ധമുള്ളത് കൊണ്ട് വളരെ തുറസായ ഒരു സമീപനം ഇസ്രായേലിനോട് USSR അന്ന് സ്വീകരിച്ചിരുന്നില്ല. അതുമാത്രമല്ല ഇസ്രായേലും അമേരിക്കയും സഖ്യകക്ഷി ആയതുകൊണ്ട് അത്രത്തോളം ഒരു തുറസായ ബന്ധം ഇസ്രായേലിനോടും അങ്ങനെ ഇതിനുണ്ടായിരുന്നില്ല, USSR വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവർക്കുള്ള ഇമിഗ്രേഷനുള്ള അനുവാദം USSR നൽകിയിരുന്നുള്ളൂ. എന്നാൽ 1990-കൾക്ക് ശേഷം USSRന്റെ പരാജയത്തിന് ശേഷം, പതനത്തിന് ശേഷം ഒരു വലിയ ഹ്യൂജ് മാസ് ഇമിഗ്രേഷനാണ് ഇസ്രായേൽ ഭാഗത്തേക്ക് റഷ്യയുടെ കീഴിലുണ്ടായിരുന്ന വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും യഹൂദർ യാത്ര ചെയ്തത്, അതായത് അഭയാർത്ഥികളായി, ഇമിഗ്രൻ്റായി അവിടെ പോയതെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ ഇത് പ്രധാനമായും ഈ യാത്രകളെല്ലാം സംഭവിക്കുന്നത് യൂറോപ്യൻ ഭാഗത്തു നിന്നുള്ള യാത്രകളായിരുന്നു. അതിനെ അഷ്കനാസി എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് യൂറോപ്യൻ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ജൂയിഷ് ഗ്രൂപ്പുകൾ. ഇവർക്ക് യൂറോപ്യൻ പല ചരിത്രബോധമുള്ള യഹൂദരാണ്. അതുപോലെ തന്നെ ഇവർ യൂറോപ്പിൽ തന്നെ ജനിക്കുകയും അവിടുന്ന് കൺവേർട്ട് ആവുകയും ചെയ്ത യഹൂദരാണ് ഈ അഷ്കനാസി എന്ന് പറയുന്ന വിഭാഗം. മറ്റൊരു വിഭാഗം ഐബീരിയൻ പെനിൻസുലയിൽ നിന്ന് ഇവിടെ ഇസ്രായേലിലേക്ക് വന്ന സെഫാഡിക് ജൂസ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം. ഐബീരിയ എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ
ഈ പ്രദേശം, അതായത് അന്തുലൂസ് പോലുള്ള, സ്പെയിൻ പോലുള്ള, ഫ്രാൻസിൻ്റെ കുറച്ച് ഭാഗങ്ങളും അടക്കമുള്ള പോർച്ചുഗലുള്ള ആ ഭാഗത്തു നിന്ന് വന്ന സെഫാഡിക് ജ്യൂസ് മറ്റൊരു വിഭാഗമാണ്. അതുപോലെ തന്നെയാണ് മിസ്രാഹി ജ്യൂസ് എന്ന് വിളിക്കപ്പെടുന്ന ഇന്നത്തെ വെസ്റ്റ് ഏഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ പ്രദേശത്ത് നിന്ന് യാത്ര തിരിച്ച ഒരു വിഭാഗമാണ് മിസ്രാഹി ജ്യൂസ്. അവരും ഇങ്ങനെ 3 വിഭാഗങ്ങൾ വരുന്നതും അതോടുകൂടി മറ്റൊരു തരത്തിലുള്ള ജൂഷിൻ്റെ ഈ അഭയാർത്ഥി പ്രവാഹം എന്നതിൻ്റെ അപ്പുറം ഈ യാത്ര, അവിടെ താമസിക്കാൻ പോകുന്ന യാത്ര വേറെയും ഉണ്ടാകുന്നുണ്ട്. അത് ഇന്ത്യയിൽ നിന്നാണ് ഒന്ന്. അതുപോലെ തന്നെ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളായ എത്യോപ്യയിൽ നിന്നും പോകുന്നുണ്ട്. എത്യോപ്യയിൽ നിന്ന് പോകുന്ന ഈ യഹൂദർക്ക് വേണ്ട പരിഗണന കൊടുക്കുന്നില്ല. അതായത് അവരവിടെ എത്തുകയും നിരവധി 1900ങ്ങളുടെ കാലഘട്ടങ്ങളിൽ എത്യോപ്യയിൽ നിന്ന് ഏകദേശം 28,646 പേർ 1900ങ്ങളിൽ 28,646ഓളം ജ്യൂസ്, അതിനേക്കാളും ജ്യൂസ് ആ ഒരു സമയത്ത് ഈ ബ്ലാക്ക് ജ്യൂസ് ആയ ആൾക്കാർ ഇവിടെ എത്തി എന്നുള്ളതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ഇന്ത്യയിൽ നിന്നും 1950, 1960 നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ഒട്ടുമിക്ക യഹൂദരും യാത്രയാവുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഇവിടുന്ന് ബോംബെ, മഹാരാഷ്ട്ര ഭാഗത്തു നിന്നുള്ള നല്ലൊരു ശതമാനം യഹൂദരും അവിടെ എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ തന്നെ മിസോറാം, മണിപ്പൂർ അടക്കമുള്ള നോർത്ത് ഈസ്റ്റേൺ ഭാഗത്തു നിന്നുള്ള യഹൂദരും അവിടെ എത്തിച്ചേരുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഇന്ത്യയിൽ നിന്നുള്ള മഹാരാഷ്ട്രൻ ഭാഗത്തു നിന്നുള്ള യഹൂദർ ഏകദേശം ബനി ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു യഹൂദ ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ ഇവിടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തു നിന്നുള്ള ഗ്രൂപ്പുണ്ട്. അവരും ബനി മെനാഷി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ്. ബനി മെനാഷി എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്തു നിന്നുള്ള, മഹാരാഷ്ട്രയിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള, അതുപോലെ തന്നെ എത്യോപ്യയിൽ നിന്നുള്ള യഹൂദർ, ഇവർ വൈറ്റ് ജ്യൂസ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴും പല കാലഘട്ടങ്ങളിലായി അവർക്ക് കൂടുതൽ അവഗണന നേരിടുന്നതായിട്ടാണ് അവരുടെ ആഭ്യന്തര ചലനങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്നും എത്യോപ്യൻ ജ്യൂസ്, ബ്ലാക്ക് ജ്യൂസ് 2ാംകിട പൗരന്മാരായിട്ടാണ് ജീവിക്കുന്നത്. അതായത് ഒരു റേസിസ്റ്റ് മനോഭാവം തന്നെ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇവരുടെ വരവോടുകൂടി യൂറോപ്യൻകാരായ ജ്യൂസ്, വൈറ്റ് ജ്യൂസ് ബ്ലാക്ക് ജ്യൂസിനോടും ഇന്ത്യയിൽ നിന്നുള്ള ബ്രൗൺ കളറുള്ള ജ്യൂസിനോടും ഒരു റേസിസ്റ്റ് മനോഭാവം സൂക്ഷിച്ചതായും നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ വിവിധ തരത്തിലുള്ള യഹൂദരുടെ ഒരു സങ്കലനമാണ് ഇന്ന് ഇസ്രായേലിലുള്ളത്. അതായത് അഷ്കനാസി ജ്യൂസ്, അതുപോലെ തന്നെ യൂറോപ്യൻ ഭാഗത്തു നിന്നുള്ള, റോമൻ യൂറോപ്യൻ ഭാഗത്തു നിന്നുള്ള അഷ്കനാസി ജ്യൂസ്, ഐബീരിയൻ പെൻസിലിൽ നിന്നുള്ള സെഫാഡിക് ജ്യൂസ്, വെസ്റ്റ് ഏഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ ഭാഗത്തു നിന്നുള്ള മിസ്രാഹി ജ്യൂസ്, ഇന്ത്യയിൽ നിന്നുള്ള ബനി ഇസ്രായേൽ, അതുപോലെ തന്നെ ബനി മെനാഷി ജ്യൂസ്, അത് കേരളത്തിൽ നിന്നും മിസോറാമിൽ നിന്നുള്ള ഈ ജ്യൂസ്, ഇങ്ങനെ അടക്കമുള്ള വിവിധ യഹൂദരുടെ വിവിധ കൾച്ചറിൽ നിന്ന് വളർന്ന, വിവിധ സമൂഹങ്ങളുമായും വിവാഹങ്ങളിലൂടെയും കൺവെർഷനിലൂടെയും മതപരിവർത്തനങ്ങളിലൂടെയും വളർന്നു വന്ന ഒരു സമൂഹമാണ് ഇന്ന് ഇസ്രായേലിൽ യഹൂദരായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വിവിധ പശ്ചാത്തലത്തിൽ വന്നവർക്ക്, പ്രത്യേകിച്ച് മണിപ്പൂരിൽ നിന്നുള്ള ബനി മെനാഷി ഗ്രൂപ്പ്, അവർക്ക് ആദ്യകാലങ്ങളിൽ ഇസ്രായേൽ അങ്ങോട്ട് ഇമിഗ്രേഷൻ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ഇപ്പോൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ നീണ്ട പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള കൺവെർഷൻ, മതപരിവർത്തന രീതികളിലൂടെ നടത്തിയിട്ട് മാത്രമേ അവർക്ക് ഒരു സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന ചർച്ച പോലും നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്ക് അവരെക്കുറിച്ചുള്ള വർത്തമാനങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത. ഇങ്ങനെ 1882 മുതൽ ഇതുവരെ നീണ്ടു നിൽക്കുന്ന ഒരു നീണ്ട കാലഘട്ടത്തിൽ ഒരുപാട് ഈ ജൂയിഷ് ഇമിഗ്രേഷൻ്റെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പോൾ 2000 മുതൽ 2010 വരെയുള്ള ഇമിഗ്രേഷനിൽ ഏകദേശം 2,85,697 യഹൂദരാണ് ഈ ഇസ്രായേൽ ഭാഗത്തേക്ക് എത്തിയതെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ളവരെ ഓലിം ഗദാഷിം എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. അതായത് 2 രീതിയിലാണ് ഇസ്രായേൽ സമൂഹത്തെ വിഭജിക്കുന്നത്.
ഒന്നാമത് സബ്ര എന്ന് വിളിക്കപ്പെടുന്ന മുൻകാലങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന യഹൂദരിൽ ജനിച്ചു വന്ന 2-3 തലമുറയിലുള്ള യഹൂദർ, അവരെ സബ്ര എന്നാണ് വിളിക്കുന്നത്. രണ്ടാമത് പിന്നീട് ഇപ്പോൾ പുതുതായി കടന്നു വരുന്ന ഇമിഗ്രൻസ് ആൾക്കാരെ ഓലിം ഗദാഷിം എന്ന് പറയുന്ന പദത്തോടാണ് ഉപയോഗിക്കുന്നത്. ഈ തരത്തിലുള്ള 2 പൊതുവായ വിഭാഗീയതയും നമുക്ക് ഇസ്രായേലിൽ കാണുവാൻ കഴിയും. ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ ഒരു ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു പലായനത്തിൽ ഒരു ആലയ്ക്കുള്ള വാർത്ത കേട്ടിരുന്നു. പക്ഷേ കോവിഡ് പശ്ചാത്തലത്തിൽ അത് തടയപ്പെടുകയാണെന്ന് 2 ദിവസം മുമ്പുള്ള വാർത്തകളും കൂടി നമുക്ക് നോക്കിയാൽ കാണുവാൻ കഴിയും. അതുപോലെ 2020 ഡിസംബർ 15 ഏകദേശം 252 യഹൂദരാണ് ബനു മെനാഷി ഫാമിലിയിൽ തന്നെ പെട്ട ആ ഒരു ഗ്രൂപ്പിൽ പെട്ട യഹൂദർ ഇസ്രായേലിൽ സെറ്റിലായത്. എന്ന് വെച്ചാൽ വളരെ തൊട്ട് കഴിഞ്ഞ വർഷം തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആലിയ എന്ന് പറയുന്നത് ഫലസ്തീൻ ഭാഗത്തേക്ക് എത്രത്തോളം അവർ പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുവോ, ചുറ്റുപാടുള്ള പ്രദേശങ്ങളിൽ എത്രത്തോളം അവർ അധിനിവേശം നടത്താൻ ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം കാലവും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള യഹൂദരെ കുടിയിരുത്തുവാനുള്ള ആഗ്രഹം നിലക്കാതെ അവർ പിന്തുടരുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യം ഇങ്ങനെയാണ് ആലിയയുടെ ചരിത്രം. ആലിയ 1800-കളിലാണ് തുടങ്ങുന്നതെങ്കിൽ പോലും ഇപ്പോഴും അവസാനിക്കാതെ തുടരുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.